ട്രാഫിക്കിൽ ഒരു പോലീസിനെ കണ്ട സമയത്താണ് എനിക്ക് ഇങ്ങനൊരു കഥ ഉണ്ടായി വരുന്നത്. ആ സീനിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ മദ്യം ഉപയോഗിച്ചിട്ടില്ല. ഐസക്കിനെ നിങ്ങൾ തന്നെ അവിടെ എത്തി നിങ്ങൾ തന്നെ കൊല്ലുന്നു, അതെന്താ കാരണം എന്ന് തന്നെ പ്രേക്ഷകർക്ക് ചില ആൾക്കാർക്കൊന്നും മനസ്സിലാക്കില്ല. ഐസക്ക് ചെയ്തതിന് ശേഷം പ്രേക്ഷകരിൽ നിന്നും വളരെയേറെ നല്ല അഭിപ്രായങ്ങളാണ് വന്നത്. എങ്കിലും പോരായ്മകൾ ഉണ്ടാവണം. കാരണം ഞങ്ങളതിൽ തുടക്കക്കാരാണ്. ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഷോർട്ട് ഫിലിം, അത് ഇത്രയും ലെങ്ത്തുള്ളൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നതും അതിൽ വേഷമിടുന്നു. അപ്പോൾ ആ ഒരു സിനിമ പ്രത്യേകിച്ചും ആദ്യമായിട്ട് ഇതിന് നന്ദി പറയേണ്ടത് ഫാൽക്കെ ഫിലിം സൊസൈറ്റിയോടാണ്. കാരണം അവരുടെ തിയേറ്ററിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചു. ഐസക് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഒരു മിനി സ്ക്രീനിൽ ആദ്യമായിട്ട് കാണാൻ പറ്റുന്ന തന്നെ ഒരു ഭാഗ്യമാണ്. അവിടെ വെച്ചിട്ട് എന്നെപ്പോലെ തന്നെ ഇതിലെ അഭിനയിച്ച എല്ലാവർക്കും ഉണ്ടായ ഒരു സംഭവം, നമ്മൾ അഭിനയിച്ച ഒരു സീന് ഒരു തിയേറ്ററിൽ ഇരുന്നിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികമായിട്ടുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യം. അത് വല്ലാണ്ട് സന്തോഷം നൽകുക. അതുകൊണ്ട് തന്നെ ഫാൽക്കെ ഫിലിം സൊസൈറ്റിക്ക് ഒരു ബിഗ് സല്യൂട്ട് ആദ്യം തന്നെ കൊടുക്കുക. ഐസക് എന്ന ഷോർട്ട് ഫിലിം ഒരു പെട്ടെന്നുണ്ടായ കഥയാണ്. ഞാൻ ഈ കൂത്തുപറമ്പെന്ന് തലശ്ശേരിയിലേക്ക് KSRTC ബസ്സിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് ട്രാഫിക്കിൽ ഒരു പോലീസിനെ കണ്ട സമയത്താണ് എനിക്ക് ഇങ്ങനൊരു കഥ ഉണ്ടായി വരുന്നത്. ആ ബസ് യാത്രയിൽ കൂത്തുപറമ്പ് തൊട്ട് വടകര വരുമ്പോൾ ഉണ്ടായ ഒരു കഥയാണ് ശരിക്കും ഐസക്. അതിൽ ഐസക് എന്നൊരു കഥാപാത്രത്തെയാണ് എന്നോട് അഭിനയിക്കാൻ പറഞ്ഞത്. തീർത്തും അപരിചിതമായൊരു സാഹചര്യത്തിൽ അത്തരമൊരു റോള് കൈകാര്യം ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് സംവിധായകൻ മുഹമ്മദിൻ്റെ നിർബന്ധമാണ് ഒരു പോലീസ് വേഷത്തിൽ തന്നെ വരണം എന്നുള്ളത്. ആ കഥ എഴുതുന്നു, അതായത് അന്ന് ചിന്തിച്ച് അന്ന് രാത്രി തന്നെ കഥ എഴുതുന്നു. പിറ്റേന്ന് അത് കാളവണ്ടി ക്രിയേഷൻസിനോട് അവതരിപ്പിക്കുന്നു. അതിൻ്റെ പിറ്റേ ദിവസത്തിൻ്റെ പിറ്റേന്ന് അത് ഷൂട്ട് ചെയ്യുന്നു. 6 മണിക്ക് ശേഷം, വൈകിട്ട് 6 മണിക്ക് ശേഷം പലരും, ഈ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്ന പലരും ജോലിയൊക്കെ കഴിഞ്ഞ് 6 മണിയായി. അതിൻ്റെ ശേഷമാണ് ലൊക്കേഷനിലെത്തുന്നത്. കുരിക്കിലാടാന്ന് ലൊക്കേഷൻ. അവിടെ എത്തുമ്പോൾ തന്നെ 7 മണി ആയിട്ടുണ്ട്. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ് 2 മണി ആയപ്പോഴാണ് ഏകദേശം ഇത് തീർന്നത്. ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും മനോഹരമായ ഒരു ടെലിഫിലിം ഇറക്കാൻ കഴിയുന്നതിന് ഒരു അതിശയോക്തി കലർന്ന ഒരു പ്രവർത്തനമാണ് നമ്മളെ മുഹമ്മദ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഐസക് എന്ന് പറയുന്ന വലിയ തോട്ട് എനിക്ക് തോന്നുന്ന ഒരു സിനിമൻ്റെ കഥയാണ് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പൈങ്കിളി കഥകളിൽ നിന്നും മറ്റ് നമ്മൾ കണ്ട് കേട്ട് പരിചയമുള്ള കഥകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഹിപ്നോട്ടിസത്തെ ആധാരമാക്കിക്കൊണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന രീതിയിലാണ് എനിക്കത് ഫീൽ ചെയ്തത്. സത്യത്തിൽ അങ്ങനെ ഒരു കഥ ഉണ്ടായി, അത് അവതരിപ്പിക്കാൻ പറ്റി, അത് എഴുതാൻ പറ്റി, അത് ആൾക്കാർ ഉൾക്കൊണ്ടു, നമ്മൾ സ്വീകരിക്കുന്നു, കാളവണ്ടി നമുക്കതിന് വേണ്ടി ഒരു പ്രോത്സാഹനം തരുന്നു എന്ന് പറയുന്നതിന് വലിയ സന്തോഷമാണ്. ജീവിതത്തിൽ ഇന്ന് വരെ മദ്യം ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എപ്പോഴും ഒരു മദ്യപാനികളുടെ പല സീനുകളും കാണാറുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ചെറിയ അനുഭവങ്ങൾ മാത്രമാണ്. അത് എത്ര ഫീൽ ചെയ്യുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. സത്യത്തിൽ ആര്യനായിട്ട് അഭിനയിക്കാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതിന് കാസ്റ്റിങ്ങിന് സമയമില്ല, പെട്ടെന്ന് സംഭവിച്ചതാണ്. ആര്യൻ എൻ്റെ കഴുത്ത് പിടിച്ചൊരു സീനുണ്ടല്ലോ, ആ സീനിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്. വേദനിച്ചത് മാത്രമല്ല, പിന്നെ ആ സമയത്ത് ആ ചുമരിനോട് അടുത്ത് നിൽക്കുമ്പോൾ ലൈറ്റ് ഇങ്ങനെ ഓഫ് ചെയ്ത് വരുന്നുണ്ട്.
സത്യത്തിൽ അത് ക്രിയേറ്റ് ചെയ്തതല്ല, ആ ടൈമിന് ആ സ്വിച്ച് ബോർഡിനോട് തട്ടിയിട്ടുണ്ടായ ഒരു സംഭവമാണ്. പിന്നെ തട്ടി വീണപ്പോൾ എൻ്റെ വിരലിൻ്റെ അടുത്തെല്ലാം എൻ്റെ തോലെല്ലാം പൊട്ടിയിട്ടുണ്ട്. കഥാപാത്രത്തോട് കൂറ് പുലർത്തിക്കൊണ്ട് ഒരു ജീവിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സംഭാഷണങ്ങളിൽ സ്വന്തമായ ചില ചേരുവകൾ കൂടി ചേർത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഐസക്കിനോട് ആ ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് ഐസക്ക് അത് സ്വയം വിലയിരുത്താണ്. ഞാനതെങ്ങനെയാണ് പറയേണ്ടത്, ഐസക്കായിട്ട് ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്. ആ ഒരു വിലയിരുത്തലും അവരെനിക്ക് തന്നൊരു സപ്പോർട്ടും തന്നെ ഐസക്കിൻ്റെ ഏറ്റവും വലിയ വിജയം. ഐസക്കിനെ നിങ്ങൾ തന്നെ അവിടെ എത്തി നിങ്ങൾ തന്നെ കൊല്ലുന്നു, അതെന്താ കാരണം എന്ന് തന്നെ പ്രേക്ഷകർക്ക് ചില ആൾക്കാർക്കൊന്നും മനസ്സിലാക്കില്ല. അധികം ആൾക്കാർക്കൊന്നല്ല, കുറേ ആൾക്കാർക്കൊക്കെ ഒന്നും മനസ്സിലാക്കില്ല. അപ്പോൾ ഹിപ്നോട്ടിസം ആണ് അത്. കൃത്യമായിട്ട് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഹിപ്നോട്ടിസം കാണിക്കുകയും അത് പറഞ്ഞു തരുന്നുണ്ട്. എന്നാലും പല ആൾക്കാർക്കും മനസ്സിലാവില്ല. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു ഇതിൽ കൂടിയിട്ടാണ് ഇതിൻ്റെ കഥ മുന്നോട്ട് കൊണ്ടുപോയത് തന്നെ. അതിൽ വിജയിച്ചിട്ടുണ്ട്. പല ആൾക്കാരും 1-2 പ്രാവശ്യം കാണുകയും കണ്ടതിന് ശേഷം കൃത്യമായിട്ട് കാര്യങ്ങൾ ഹിപ്നോട്ടിസാണ് ഇതിൻ്റെ പിന്നിലെന്നും ഒരു ഹിപ്നോട്ടിസത്തിന് ഒരാളെ കൊല്ലാനും അയാളെ കൊല്ലാതിരിക്കാനും അതുപോലെ തന്നെ ഒരാളെ കുഴിച്ചാടിക്കാനും മാന്ത്രികമായിട്ട് മരിച്ചോലെ തിരിച്ചു കൊണ്ടുവരാനും ഇതിനൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിൽ ഹിപ്നോട്ടിസം കൊണ്ട് കഴിയും എന്നുള്ളതാണ് സംവിധായകൻ വരച്ച് കാണിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൻവറിൻ്റെ മാനസിക സംഘർഷം എന്ന് പറയുമ്പോൾ അൻവർ നമ്മൾ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ മുസ്ലിമിൽ അവിടെ ലോക്കൽ റെസിഡൻ്റ് ആയിട്ട് വരുന്ന ക്യാരക്ടർ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ ഹിപ്നോട്ടിസത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അൻവറിൻ്റെ ക്യാരക്ടർ നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അവസാനം നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ശ്മശാനത്തിലേക്ക് പോകുന്ന സമയത്ത് അൻവർ അവിടെ ഇല്ലായിരുന്നു. അതായത് നമുക്കന്ന് അൻവറിൻ്റെ ഷൂട്ടിങ്ങിന് കിട്ടിയില്ല. അതായത് നമ്മളന്ന് നൈറ്റ് ഷൂട്ട് കഴിഞ്ഞ് പിന്നീട് എഡിറ്റൊക്കെ ഏതാണ്ട് ഒരു 90% കഴിഞ്ഞതിന് ശേഷമാണ് ഈ കല്ലറയിലേക്ക് പോകുന്ന ഷോട്ട് എടുക്കുന്നത്. ആ സമയത്ത് അൻവറിന് വേറെന്തോ പണിയുണ്ടായിട്ട് അങ്ങനെ വരാൻ പറ്റിയില്ല. ആ സമയത്ത് പിന്നീട് കഥയിലൊരു ചേഞ്ചസ് വരികയാണ്. അതായത് അൻവർ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ കൊണ്ടുവരുന്നത്. അത് ഞാനും ഈ ദേവ് അമീർക്കയായിട്ടുള്ളൊരു ഡിസ്കഷനിലൂടെ ഉണ്ടായതാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ പ്രേക്ഷകരിൽ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ 3 പേരെ ഹിപ്നോട്ടിസം ചെയ്ത് എന്തുകൊണ്ട് ദേവിനെ ഹിപ്നോട്ടിസം ചെയ്തില്ല എന്നുള്ളത്. പക്ഷേ ആ കഥാപാത്രത്തിൽ ഇതെല്ലാം തെളിവായിട്ട് ഒരാൾ വേണം. അതാണ് ദേവിനെ ഹിപ്നോട്ടിസം ചെയ്യാതിരുന്നത്. ഒരു സിനിമയിൽ എത്രയോ കൊലപാതകം ഒരു നാട്ടിലുള്ള ഒരാൾ ചെയ്യാണ്. അതായത് ആ നാട്ടിലുള്ള ഓരോരുത്തരെയും ഇങ്ങനെ വിളിച്ചിട്ട് സബ് കോൺഷ്യസിൽ ആരോടൊക്കെ വെറുപ്പ് എന്ന് ചോദിക്കാം. അപ്പം വെറുതെ നടക്കുന്ന ഒരാൾ നമ്മളിങ്ങനെ കാണുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ആരോടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ്? ആ വെറുപ്പിന് ഞാൻ കൂട്ടിത്തരികയും അയാൾ അന്ന് നൈറ്റ് തന്നെ അയാളെ കൊല്ലുകയും ചെയ്യുന്നു. ഇത് പ്രചോദനം കൊടുത്താണെന്നുള്ളത് ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഫിസിക്കൽ എവിഡൻറ്റ് വെച്ചിട്ടാണ് ഇവിടെ നിയമം നടക്കുന്നത്. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അതിൽ ഒരു എന്താ പറയുക, ഹിഡൻ തിങ്കാണ് ഹിപ്നോട്ടിസം എന്നുള്ളത്. ഏകദേശം 4 വർഷത്തോളം അകന്നു നിൽക്കുന്ന ഭാര്യയിൽ നിന്ന് സ്വന്തം മകളെ കാണുവാനില്ല എന്നുള്ള ഒരു ഫോൺ കോൾ വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വൈകാരിക അനുഭവമായിരുന്നു. അത് വല്ലാതെ ഫീൽ ചെയ്യുകയും അതിൽ അലിഞ്ഞുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തോട് കൂറ് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ എഡിറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് ആദ്യം ഒരു ഡെമോ എഡിറ്റ് ചെയ്യുന്നു. അതിൽ ഓവർ മ്യൂസിക് ആവുന്നു. മ്യൂസിക് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് എടുക്കുന്നതൊക്കെ കോപ്പിറൈറ്റ് ഇല്ലാണ്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് AI വെച്ചിട്ട് മ്യൂസിക് ഉണ്ടാക്കുന്നു. അതിനുശേഷം ഈ മ്യൂസിക് ബ്ലെൻഡ് ചെയ്ത സമയത്ത് പല വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതായത് മ്യൂസിക് ഓവർ ആവുന്നു ചില സ്ഥലത്ത്, ചിലർക്ക് അത് ലേറ്റായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡെമോ എഡിറ്റിങ് കഴിഞ്ഞ് ഇവരിലൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഇവരുടെ സജഷൻസും കൂടി കേട്ടതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു ഫൈനൽ എഡിറ്റിങ്ങും ഇതിൻ്റെ സ്കോറിങ്ങും ക്ലിയറായിട്ട് നടക്കുന്നത്. അതിനുശേഷം സൗണ്ട് പോരാൻ തോന്നിയപ്പോൾ പിന്നെ ഡബ് ചെയ്യുന്നു. അത് കറക്റ്റ് സിങ്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു രാത്രി ഏതാണ്ട് എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഒരു 3 മണി തൊട്ട് ഒരു രാത്രി 10 മണി വരെ ആ ഡബ്ബിങ് നടക്കുന്നു. ഐസക്കിൻ്റെ ഡബ്ബിങ്ങാണ് അതിൽ ഏറ്റവും കൂടുതൽ ടൈം വേണ്ടത്. അതുമായിട്ട് നമ്മുടെ ഐസക്ക് സഹകരിക്കുകയാണ്. സാങ്കേതികതയുടെ അപര്യാപ്തത നമുക്കുണ്ടായിരുന്നത്. ഒരിക്കലും ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ടല്ല നമ്മളിത് ഡബ് ചെയ്തത്. ഇതിൻ്റെ ചിത്രീകരണത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് അത് അത്ര ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ശ്രദ്ധയിൽ എടുക്കാൻ സമയം കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിന് ആ സമയത്ത് തന്നെ സന്തോഷമുണ്ടായിരുന്നു. എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഐസക് എന്ന കഥാപാത്രത്തോട് കൂറ് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു തോന്നൽ ആ സമയത്തെ ഉണ്ടായിരുന്നു. 100% ഇല്ലെങ്കിലും പരമാവധി ആ കഥാപാത്രത്തിനോട് കൂറ് പുലർത്താൻ
എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലുള്ള കഥാപാത്രങ്ങൾ എല്ലാവരും വളരെ മികച്ച രീതിയിൽ തന്നെ പരമാവധി മികവുറ്റ രീതിയിൽ തന്നെ അവർ അഭിനയിച്ച് അതിൻ്റെ പശ്ചാത്തലം ബാക്ക്ഗ്രൗണ്ട് അതിന് വളരെ മികവുറ്റ രീതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ അതിൽ ആഡ് ചെയ്യാൻ പറ്റി. വളരെ മനോഹരമായിരിക്കുന്നു. ഒരുപാട് സന്തോഷം ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയതിൽ. ഇത് എല്ലാവരുടെയും സഹകരണത്തോടെ സംഭവിച്ചതാണ്. ഇതിനിടയിൽ ഒരുപാട് ചിരിപ്പിക്കുന്ന മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഒരുപാട് മെമ്മറീസ് തന്നൊരു വലിയ തുടക്കമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. വീണ്ടും ഞങ്ങൾ ഇനിയും വരും. ഇത്തരം സിനിമകളുമായി നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകണം. ആ സമയങ്ങളിൽ ഞങ്ങൾ ഇനിയും പോരായ്മകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് വരും. അതുകൊണ്ട് മുഴുവൻ പ്രേക്ഷകരോടും കാളവണ്ടി ക്രിയേഷൻസിൻ്റെ മുഴുവൻ അംഗങ്ങളുടെയും ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ രേഖപ്പെടുത്തുന്നു. അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതൊരു സിനിമ ലെവലിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കുള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് അത് നമ്മുടെ സമയത്തെയും അല്ലെങ്കിൽ നമ്മളുടെ സൗകര്യത്തെ നമ്മൾ തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്.